നമുക്ക് വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഈ ഇൻസ്റ്റൻ്റ് അപ്പം തയ്യാറാക്കാൻ നമുക്ക് വെറും 30 മിനിറ്റ് മതിയാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 3 കപ്പ് അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് അരിമാവുണ്ട്. ഇത് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. ആദ്യം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈസ്റ്റിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇതും നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് മാവ് കലക്കിയത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് വാട്ടി വെച്ച അരിപ്പൊടി കുറച്ച് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് ഇത് 2-3 സ്റ്റെപ്പായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പത്തിൻ്റെ മാവെല്ലാം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൽ കട്ടയൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കട്ട ഉണ്ടെങ്കിൽ അത് കൈ വെച്ച് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കട്ടകളൊന്നും ഇല്ലാതെ കലക്കി വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-20 മിനിറ്റ് ഫെർമെൻറ്റേഷനായിട്ട് വയ്ക്കാം. നമ്മുടെ മാവ് ഈസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചരുവത്തുനിന്ന് പുറത്തോട്ടൊക്കെ വരാൻ പറ്റിയ വിധത്തിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് ഫുള്ളായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒത്തിരി ഇട്ടങ്ങ് ഇളക്കരുത്.
വളരെ സോഫ്റ്റായിട്ട് നല്ല ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റും ക്രീമി ആയിട്ടിരിക്കുന്ന മാവാണ്. നമ്മൾ ഒരുപാട് ഇത് ഇളക്കുമ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ പൊട്ടി ആ സോഫ്റ്റ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം പക്ഷേ ഉപ്പ് എല്ലായിടത്തും കിട്ടണം. ആ വിധത്തിൽ ഒരേ ഡയറക്ഷനിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പം ചുടാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. അങ്ങനെ നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്